ഗൈസ് ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് കേട്ടങ്ങള് പോലീസുകാരെ അങ്ങനെ അടിച്ചിട്ട് കുത്തി ഇതാക്കണോണ്ട് ഞങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറില് നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. സുഹൃത്തുക്കളെ, ഇവന്റെ പേര് മുഹമ്മദ് അനസ്. ഏകദേശം 300 ചില്ലറ എങ്ങാണ്ട് 200-330 എങ്ങാണ്ട് ഫോളോവേഴ്സും മറ്റൊക്കെയുള്ള ഒരുവനാണ്. എന്താണ് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരു പിടുത്തുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്, ഇവൻ എവിടെയുണ്ടെങ്കിൽ ഇവനെ പൊക്കണം. ഇത്തരം ആളുകളാണ് വളരെയധികം സമാധാനപരമായിട്ട് ഭരണഘടനയും റോസാപ്പൂക്കളും ഒക്കെ ഏന്തിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഏന്തിയിട്ട് സമരം ചെയ്യുന്ന ആ യുവാക്കളുടെ സമരത്തെ ഒരു ഏറ്റവും തീവ്രവാദികളാൽ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമരം എന്ന നിലയ്ക്ക് ആ ഒരു സമരത്തെ മാറ്റാൻ അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വിവരം കെട്ട നാറുകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്തരം പോലുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യുക തന്നെ വേണമെന്നുള്ളത്. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക. അവിടെ ആ ഒരു സമരം നടക്കുക. ജന്തർ മന്ദിറിൽ എന്തിനാണ് ആ സമരം നടക്കുന്നത്? 10-21 പിള്ളേരെ നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ പ്രധാനം എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ്. ഇവിടുത്തെ യുവാക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ആയിരക്കണക്കിന് യുവാക്കൾ അവരുടെ സമയവും അവരുടെ ജീവിതമൊക്കെ പാഴാക്കിക്കൊണ്ട് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇവനെ പോലുള്ള നാറികൾ ഇങ്ങനത്തെ ഓരോ സംഗതിയൊക്കെ അവിടെ പോകണം, അവിടുത്തെ പോലീസുകാരെ കല്ലെറിഞ്ഞ് പൊട്ടിക്കണം. എന്ത് മനസ്സാണ് ഇവർക്കൊക്കെ? ഇതൊക്കെ എന്ത് മനസ്സാണ്? ഇവൻ മനസ്സിലാക്കേണ്ടത് ഇവന്റെ പേര് മുഹമ്മദ് അനസ് എന്നാണ്. ഇവനെപ്പോലുള്ള നാറുകളെ കൊണ്ട് ഈ രാജ്യത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു മുസ്ലിങ്ങൾക്ക് അപകടമാണെന്ന്. മറ്റു മുസ്ലിങ്ങൾക്ക് ഇവനെപ്പോലുള്ള ആളുകളൊക്കെ ഒരു ഭയങ്കര അപവാദമാണ്. ഇങ്ങനത്തെ ഈ മുഹമ്മദ് അനസ് എന്ന് പറയുന്ന പേര് കൊണ്ട് ഇവനിടുന്ന ഇത്തരം സംഗതികള് ഇത് പറയപ്പെടുക മുസ്ലിങ്ങൾ എല്ലാവരും ഒരുപോലെ എന്നാണ്. ഇവനെപ്പോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെയാണ് മറ്റുള്ളവരെ തലെറിഞ്ഞു പൊട്ടിക്കണം, ആക്രമിക്കണം. ഇവൻ നേപ്പാളിൽ പോയിട്ട് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി വന്ന ഒരാളാണ്. അന്ന് ആരുടെയൊക്കെ കയ്യും കാലും പിടിച്ച് കുറെ പണമൊക്കെ ചെലവാക്കിയിട്ട് രക്ഷപ്പെട്ടു വന്നിട്ടുള്ളത്. ഇനി കേൾക്കുവിന്റെ പ്രസംഗം. എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ കേരളത്തിൽ നിന്ന്. അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മള് ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ. കുറെ ആൾക്കാരുണ്ടാവുമ്പോ എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ എന്താ പോകത്തെന്നറിയാം. ഒരു ആഴ്ച മുമ്പ് ഞാനേ നാട്ടില് കുറെ ടർഫ് കളിച്ചിട്ട് കുണ്ടിത്തി വീണു. അവിടെ എല്ല് കുത്തിന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേന് മാത്രമല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കാൻ. ഞാനിനി അഥവാ പ്രൊട്ടസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലേ അഥവാ ഞാൻ സേഫ് ആയിട്ട് നിൽക്കലുള്ളൂ. ഞാൻ അഥവാ ആരെങ്കിലും എന്താണ് അവിടെ നോക്കിക്കണെന്ന് പറഞ്ഞാൽ കുണ്ടി കടിച്ചാലോ. മനസ്സിലായില്ലേ? ഇവ ഭയങ്കര തമാശ രീതിയിലാണ് പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. മറ്റേതിന് മാത്രമേ ഇനി കൈ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ. ഇത് ആരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? എന്ത് തരം പ്രോത്സാഹത്തിന്റെ പേരാണ് ഇവനൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവനെപ്പോലുള്ള ആളുകളുടെ വീഡിയോസും മറ്റും എടുത്തിട്ടാണ് ജനൻ ചാനലിനെ പോലുള്ള ചാനലുകളൊക്കെ തീവ്രവാദികളാണ് അവിടെ സമരം ചെയ്യാൻ വരുന്നത്, തീവ്രവാദികളാണ് അവിടെ ആക്രമണം നടത്തുന്നത്, അവിടെ ഉള്ളവർ മുഴുവൻ തീവ്രവാദികളാണ്, മുസ്ലിം തീവ്രവാദമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു സംഗതി പ്രചരിപ്പിക്കുന്നേ. സ്വാഭാവികമായിട്ടും ഇവനെപ്പോലുള്ള ആളുകളുടെ ഇത്ര സംസാരങ്ങള് സംശയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. പിന്നെ നീച്ചെടുക്കാൻ കഴിയില്ല മച്ചു. അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവിടെ എത്തിന്. എടാ കൈതോളൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പല്ലേ ഹിസ്റ്റോറിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞല്ല നേപ്പാൾ, അതിന്റെ മുമ്പത്തുള്ള ശ്രീലങ്ക, അതിന്റെ മുമ്പത്തുള്ള ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? ഉള്ള പഞ്ചാബികളൊക്കെ അത് ഇറങ്ങിന്. ഇനിയിപ്പോ ബീഹാരികളും കൂടി വന്നാൽ കണക്കായി. ബീഹാരികൾ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ കൊല്ലക്കാരമാതിരി അടിച്ചിട്ട് ഓരോരുത്തർ പോലീസുകാരുണ്ടാവും. ഇങ്ങനെ ജിമ്മിന്റെ വരെ ഇങ്ങനെയൊക്കെ വെക്കുണ്ടാവും പോലീസുകാരെ പിടിച്ചാണ്ട്. ഫസ്റ്റ് ദിവസമൊക്കെ കുട്ടികൾ എനിക്കിത് മനസ്സിലായതേ, ഇവരെന്തൊരു ഭയങ്കര ഭീകരമായിട്ടുള്ള ആക്രമണ വാസനയുള്ള ഏതൊരുവൻ അല്ലേ? ഇത് നമ്മുടെ രാജ്യത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരുവൻ. ഇത്തരം ആളുകളൊന്നും ഒരു കാരണവശാലും ഈ പുറത്തിറങ്ങി നടക്കരുത്. ഇത്തരത്തിൽ ചില പുഴുക്കുത്തുകളുണ്ട്, അത് എല്ലാ മതത്തിലും ഉണ്ടായിരിക്കും. പക്ഷെ മുസ്ലിം മതത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഏതെങ്കിലും ഇത്തരം പുഴുക്കുത്തുകൾ ഇങ്ങനത്തെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ മുസ്ലിം മതത്തിൽ എല്ലാവരും അതിൽ കുറ്റം ചാർത്തപ്പെടും. എല്ലാവരും അങ്ങനെയാണെന്ന് ഒരു പൊതുധാരണ ഉണ്ടാക്കി കളയും. അതാണ് ഇപ്പൊ ഇവന്റെ വർത്തമാനം കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ എന്താ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കലാപ ആഹ്വാനം നടത്തണം. അവിടെ കലാപം നടത്തണം, അവിടെ ഭരണഘടന കത്തിക്കണം, പാർലമെന്റ് കത്തിക്കണം. ഭയങ്കര മോശമായിട്ടുള്ള ഇത്തരം ആളുകളൊക്കെ NIA അറസ്റ്റ് ചെയ്യുകയും മറ്റൊക്കെ വേണ്ടതാണ്. ചോരൊക്കെ ഒളിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചെല്ലാം തുടങ്ങിയില്ലേ. ആ പഞ്ചാബിലെ അടുത്തൊക്കെ നല്ല ഡബിൾ വയറിൽ സാധനം ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടക്ക 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 ടക്ക
എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണല്, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണോ കുറെ ആലോചിച്ചത് അതാണ് നമ്മളെ സ്വപ്നത്തേക്ക് വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി നിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങള് മൂന്നാളും ഒരു പീരങ്കി ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക് നോക്കൂ, ഇവന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം എന്താണ്, എന്തോരം വിവരം കെട്ടന്മാരെ. ഇങ്ങനത്തെ കുറെ ആളുകളാണ് നമ്മുടെ നാട്ടിലെ സമാധാനം ഇല്ലാണ്ടാക്കുന്നത്. ഇനി ഇവന്റെ ഒരു മാപ്പപേക്ഷ കൂടി വന്നിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് തന്നെ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാല് ഇന്നലെ ഞാൻ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടിനി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ലീഗൽ അഡ്വൈസറെ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഇറങ്ങി ആകെ വൈറലായി, മൊത്തത്തിൽ ഇതായി പ്രശ്നമായി. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, ആ വീഡിയോ ഞാൻ ഇട്ടത് ഇന്ത്യയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ത്യയിൽ തെറ്റാണ്, എന്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അപ്പത്തെ എന്തോ ഒരു ആവേശത്തിന്, അത് അപ്പോഴത്തെ ആവേശമൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവൻ നേപ്പാളിൽ എങ്ങാണ്ട് പോയിട്ട് കുറച്ച് പോലീസുകാരെ തല ഇടിച്ച് പൊട്ടിച്ച് അവിടുന്ന് എങ്ങനെയൊക്കെയോ ആരൊക്കെ കൈയും കാലും പിടിച്ച് രക്ഷപ്പെട്ട് വള്ളിയും വലയൊക്കെ വന്നു എന്നാ പറയുന്നത്, അല്ലയോ? ഇവൻ സ്വപ്നത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് തകർക്കണമെന്നാണ്. ഇമാതിരി ആൾക്കാരൊക്കെ എന്ത് മാപ്പ് പറഞ്ഞിട്ടെന്താ? ഉള്ളിന്റെ ഉള്ളില് ഉള്ള മോഹം അതൊക്കെ തന്നെയല്ലേ? ഉള്ളിലെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മോഹമുള്ള ആൾക്കാർക്കല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനെങ്കിലും സാധിക്കുള്ളൂ. എന്തായാലും മാപ്പ് കേൾക്ക്. എന്തോ ഒരു ആവേശത്തില് എന്തോ നമ്മളിപ്പോ വണ്ടി അടിച്ചാല് എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയില്ല. അതേമാതിരി എങ്ങനെ ഞാൻ സാധാരണ വീഡിയോ ചെയ്യണാണ്, പക്ഷെ അപ്പൊ എങ്ങനെ എന്താ ഞാൻ പറഞ്ഞതെന്ന് എനിക്കൊരു ഇതുമില്ല, അറിയാതെ പറ്റിപ്പോയി. അപ്പൊ അതിന് ഞാൻ എല്ലാരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാര് കേസ് കൊടുത്ത്, ഒരുപാട് ആൾക്കാര് മറ്റേ ഡൽഹി പോലീസിനെ മെൻഷൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാണും. കാരണം എന്താ വെച്ചാല് നമ്മള് കേരളക്കാരല്ലടാ, ഒരു തെറ്റ് പറ്റിപ്പോയാൽ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ഒരു തെറ്റല്ലേ? ഞാന് പക്ഷേ അന്റെ വശത്തുനിന്ന് ഒരു തെറ്റല്ലല്ലോ അല്ലേ? ഇവൻ തന്നെ പറയുന്നുണ്ട് ഇവൻ നേപ്പാള് പോയിട്ട് ഏതൊക്കെ പോലീസുകാരെ തലക്കെ എറിഞ്ഞ് പൊട്ടിച്ചെന്നത്. അപ്പൊ ഇവന്റെ കയ്യിൽ പറ്റുന്ന ഒരു തെറ്റല്ലല്ലോ, ഇതിപ്പോ രണ്ടാമത്തെ തെറ്റല്ലേ? ഇവിടെ അവൻ എന്തോ ചന്തി കുത്തി വീണതിന്റെ ഭാഗമായിട്ട് മാത്രമല്ലേ ഇവൻ അവിടെ പോവായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവൻ അവിടെ പോയിട്ട് കല്ലും മറ്റു ശേഖരിച്ചിട്ട് പോലീസുകാരെ കൃത്യമായിട്ട് തലമണ്ടിക്ക് എറിഞ്ഞു പൊട്ടിക്കൂലേ? സത്യം പറയാലോ സുഹൃത്തെ, എനിക്ക് നിങ്ങളെ അറിയില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലാകട്ടെ മുസ്ലിം സമൂഹത്തിന് ഭയങ്കര അപമാനമാണ്. അല്ലെങ്കിൽ തന്നെ അതിഭീകരമായിട്ടുള്ള പോളറൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ നിന്നെപ്പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ വളവള വർത്തനം പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. എന്താണ് പറഞ്ഞൊക്കെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോ, ജനാധിപത്യ വിരുദ്ധ വർത്തമാനമാണോ, രാജ്യവിരുദ്ധ വർത്തമാനമാണോ എന്നൊക്കെ നോക്കണം. എന്തായാലും നിനക്ക് വേണ്ട പണി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കിട്ടണം, കാരണം എങ്കിലാണ് ഇത്തരം ആളുകളൊക്കെ ഒന്ന് പഠിക്കുള്ളൂ. ബൈ. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചൊന്ന് എഴുതിയേക്ക്.